ഉചിതമായ തിരുവചന ഭാഗമാണ് വായിച്ചു കേട്ടത്. മത്തായി സുവിശേഷത്തിന്റെ 15-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. കാനാൻകാരി സ്ത്രീയുടെ മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നത്. ഈ തിരുവചന ഭാഗത്തിന്റെ മുഖ്യ ചിന്ത എന്താണെന്ന് വെച്ചാൽ, ഈ കാനാൻകാരി സ്ത്രീ നിഷ്കരുണം തിരസ്കരിക്കപ്പെടുന്നു. ഈ തിരസ്കാരത്തിൽ മനം പടുക്കാതെ നാണം കെട്ടും അവർ കർത്താവിന്റെ പിറകെ ഓടുന്നു. വീണ്ടും വീണ്ടും ഒടുവിൽ ഈ സ്ത്രീയുടെ തീക്ഷ്ണമായ വിശ്വാസത്തിൽ ആകൃഷ്ടനായി കർത്താവ് അവരുടെ മകൾക്ക് സൗഖ്യം കൊടുക്കുന്നു. ഇതാണ് അപ്പോ തീക്ഷ്ണമായി വീണ്ടും വീണ്ടും കർത്താവിന്റെ പിറകെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വേള നാണം കെട്ടുപോലും പിറകെ കൊടുന്ന ഒരു പാവം സ്ത്രീക്ക് കർത്താവ് അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതാണ് ഇന്നത്തെ തിരുവചനത്തിന്റെ മുഖ്യമായ ചിന്ത. ഇനി നമുക്ക് ഈ തിരുവചന ഭാഗത്തിന്റെ പശ്ചാത്തലം ചിന്തിച്ചാല്, പൂർവപിതാവായ നോഹിന്റെ കൊച്ചു മകനാണ് കാനാൻ. കാനാൻ എന്ന പേര്. ഈ കാനാന്റെ വംശത്തിൽപ്പെട്ടവരാണ് കാനാൻകാർ. കാനാൻകാർ താമസിച്ചിരുന്ന സ്ഥലത്തിന്റെ പേരാണ് സിദോൻ ടയർ. കർത്താവ് അവിടെ എത്തുന്നത് നോഹിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരായിരുന്നുവെങ്കിലും പുറജാതിക്കാരോട് ചേർന്ന് വംശശുദ്ധി നഷ്ടപ്പെടുത്തി ഈ കാനാൻകാർ. അങ്ങനെയാണ് അവരെ പുറജാതിക്കാർ എന്ന് വിളിക്കുന്നത്. കാനാൻ എന്ന വാക്കിനർത്ഥം തന്നെ തീക്ഷ്ണത ഉള്ളവൻ എന്നാണ്. ഈ സ്ത്രീ നമുക്കറിയാം തീക്ഷ്ണതയുള്ള സ്ത്രീയാണ്, തീക്ഷ്ണതയുള്ള വിശ്വാസമുള്ള സ്ത്രീയാണ്. ഇവിടെ കർത്താവ് ഒരു കാര്യം വ്യക്തമായി നമ്മോട് സൂചിപ്പിക്കുകയാണ്. എബ്രഹാമിന്റെ സ്വന്തം മക്കളായ യഹൂദന്മാരെക്കാൾ ഏറെ ആഴമായ തീക്ഷ്ണമായ വിശ്വാസമുള്ളവളാണ് പുറജാതിക്കാരിയായ ഈ പാവം കാനാൻകാരി സ്ത്രീ എന്ന്. ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്തയിലേക്ക് വരാം. 3 ചിന്തകളാണ് നമുക്കുള്ളത്. ഒന്നാമത്തേത്, സ്വർഗരാജ്യം സാർവത്രികമാണോ അതോ അത് യഹൂദർക്ക് മാത്രമാണോ? രണ്ടാമത്തെ ചിന്ത, ഈ കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസത്തിന്റെ 3 ഘടകങ്ങൾ. മൂന്നാമത്തെ ചിന്ത, ദൈവം ശത്രുപക്ഷത്താണോ ദൈവം നമുക്കെതിരാണോ എന്ന് നിങ്ങൾ സംശയിച്ചു പോകും. ചിലപ്പോൾ നമ്മൾ ദൈവത്തിന്റെ പണി കണ്ടാൽ നമുക്ക് ശാന്തമായി 3 ചിന്തകളെ ഒന്ന് മനസ്സിലെത്തി ധ്യാനിക്കാം. ആദ്യത്തെ ചിന്ത, സ്വർഗരാജ്യം സാർവത്രികമാണോ അതോ ഇത് യഹൂദർക്ക് മാത്രമുള്ളതാണോ എന്നതാണ് ആദ്യത്തെ ചിന്ത. ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ ആരംഭഘട്ടത്തിൽ അവിടുന്ന് ഒരു തനി യാഥാസ്ഥിക യഹൂദനായിരുന്നു. യഹൂദരെ പോലെ തന്നെ കർത്താവും പറയുന്നുണ്ട്, സ്വർഗരാജ്യം യഹൂദർക്ക് മാത്രമുള്ളതാണ്, എബ്രഹാമിന്റെ മക്കൾക്ക് മാത്രമാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 5-ാം വാചകത്തിൽ ശിഷ്യരെ അയക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ പുറജാതിക്കാരുടെ അടുത്തേക്ക് പോകരുത്, യഹൂദരുടെ പക്കലേക്ക് മാത്രമേ പോകാവൂ. എന്ന് വെച്ചാൽ ഈ പുറജാതിക്കാർ പുറന്തള്ളപ്പെട്ടു എന്നർത്ഥം. ഈശോ തുടക്കത്തിൽ പറഞ്ഞ കാര്യമായി.
പിന്നീട് നമ്മൾ കാണുന്നത് സാവധാനം. ഒരു വരി ഓർക്കണം, മത്തായി സുവിശേഷം എഴുതിയത് യഹൂദർക്ക് വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ചിന്തകളിൽ അധിഷ്ഠിതമായിട്ടാണ് മത്തായിയുടെ സുവിശേഷം. പിന്നീട് നമ്മൾ കാണുന്നത് സാവധാനം ഈശോയുടെ ചിന്തയിൽ വലിയ മാറ്റം സംഭവിക്കുകയാണ്. ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ മധ്യഭാഗം കഴിയുമ്പോൾ സാവധാനം ദൈവരാജ്യം യഹൂദർക്ക് മാത്രമല്ല സാർവത്രികമാണെന്നുള്ള ചിന്തയിലേക്ക് കർത്താവ് സാവധാനം മാറുകയാണ്. നമ്മൾ കാണുന്നത് മത്തായി സുവിശേഷത്തിന്റെ 21-ാം അധ്യായം 45-ാം വാചകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സ്വർഗരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത്, എന്ന് വെച്ചാൽ യഹൂദരിൽ നിന്നെടുത്ത് ഫലം തരുന്നവർക്ക് കൊടുക്കുമെന്ന് വെച്ചു കഴിഞ്ഞാൽ പുറയാതെ കൊടുക്കുമെന്ന്. അപ്പോൾ പ്രകടമായൊരു മാറ്റമാണ് സംഭവിക്കുന്നത് കർത്താവിന്റെ ചിന്തയിൽ. പിന്നെ നമ്മൾ കാണുന്നുണ്ട് മത്തായി സുവിശേഷത്തിന്റെ 28-ാം അധ്യായം 18-ാം വാചകത്തിൽ ഈശോയുടെ അവസാന വാചകമാണ്. ശിഷ്യർക്ക് അവിടുന്ന് നിയോഗം ദൗത്യം കൊടുക്കുകയാണ്. നിങ്ങൾ ലോകത്തിലെ സർവ്വജനതകളോടും സുവിശേഷം അറിയിക്കുവിൻ. അതാണ് യഹൂദർക്ക് മാത്രമല്ല, ലോകത്തിലെ സർവ്വജനതകളോടും സുവിശേഷം അറിയിക്കുവിൻ. ലോക അവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. മത്തായി സുവിശേഷത്തിന്റെ 28-ാം അധ്യായം 18-ാം വാചകത്തിൽ. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് സ്വർഗരാജ്യം യഹൂദർക്ക് മാത്രമല്ല സാർവത്രികമാണ് എന്നുള്ള കാര്യമാണ്. അങ്ങനെയാണ് നമ്മളൊക്കെ സ്വർഗരാജ്യത്തിന് ആൾക്കാരായത്. ഒരു തരത്തിൽ പറഞ്ഞ പുറജാതിക്കാരായി നമ്മളെന്നുള്ളത് അറിയാമല്ലോ. പക്ഷെ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഏതാണ്ട് 2000 വർഷത്തെ പഴക്കമുള്ള പാരമ്പര്യമുള്ള ക്രിസ്ത്യാനികളാണ് നമ്മൾ. മാർത്തോമായുടെ തഴമ്പ് തടവുന്നവരാണ് നമ്മൾ, പാരമ്പര്യം തടവുന്നവരാണ്. പക്ഷേ നമുക്ക് സംഭവിക്കാം യഹൂദർക്ക് പറ്റിയ വലിയ വ്യക്തിത്വം, തെരഞ്ഞെടുക്കപ്പെട്ടവരെ പാരമ്പര്യവും പഴമയും പറയുന്നവരെ തടഞ്ഞിട്ട് പുതിയ ആളുകൾ സഭയിലേക്ക് സ്വർഗരാജ്യത്തിലേക്ക് കടന്നു വരുന്നത് ഇന്നിപ്പോ നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ ഒക്കെയാണ്. ഒരുപക്ഷെ അസം, മേഘാലയ തുടങ്ങിയ പ്രദേശത്താണ് ഒരുപക്ഷെ കൂടുതൽ വരുന്ന ക്രൈസ്തവ മതത്തിലേക്ക് വരുമ്പോൾ നിഷ്ഠത ദൈവോടികൾ പോലും ആ ഭാഗത്തായിരുന്നു കൂടുതൽ വരുന്നത്. പിന്നെ ബീഹാറിന്റെ ചില വിഭാഗങ്ങളിലൊക്കെ ജാർഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒറീസയിലും ഇവിടെ നമ്മുടെ നാട്ടിൽ പ്രായോഗികമായിട്ട് ദൈവവിളികൾ തീരെ കുറഞ്ഞു കഴിഞ്ഞിരിക്കും. സന്യസ്തരുടെ ദൈവവിളികൾ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ. അപ്പൊ അങ്ങനെ ഇതാണ് ഈശോയുടെ ആദ്യത്തെ ചിന്ത, അതായത് സ്വർഗരാജ്യം സാർവത്രികമാണെന്നുള്ള ചിന്ത. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചിന്തയിലേക്ക് വരാം. ഈ പാപം സ്ത്രീയുടെ വിശ്വാസത്തിന്റെ 3 ഘട്ടങ്ങൾ. ഇവിടെ ആദ്യം കർത്താവിനോടുള്ള അവരുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമാകും. കർത്താവിന്റെ അടുത്തുകൊണ്ട് അവൾ പറയാണ്, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്റെ മകളിൽ കനിയണമേ, എന്നിൽ കനിയണമേ എന്ന്. എന്ത് വെച്ച് കഴിഞ്ഞാല് ഈ പുറയാധികാരിയായ സ്ത്രീ വന്ന് കർത്താവിനെ, ഈശോയെ ദൈവവും കർത്താവുമായിട്ട് ഏറ്റുപറയുകയാണ്. അതാണ് വിശ്വാസം. ഈശോയെ ദൈവവും കർത്താവുമായിട്ട് ഏറ്റുപറയുക. കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്റെ മകളിൽ എന്നിൽ കനിയണമേ എന്ന്. അപ്പൊ വിശ്വാസത്തിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഈശോയെ ദൈവവും കർത്താവുമായിട്ട് ഏറ്റുപറയുക. തോമാസ് ശ്ലീഹ ചെയ്തതുപോലെ എന്റെ കർത്താവേ, എന്റെ ദൈവമേ. അതാണ് വിശ്വാസത്തിന്റെ ആദ്യ ഘട്ടം. ഇനി ഈ സ്ത്രീയുടെ വിശ്വാസത്തിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വന്നാൽ അവൾ പറയാ, കർത്താവേ, എന്നിൽ എന്റെ മകളിൽ കനിയണമേ എന്ന രണ്ടാമത്തേത്. ആദ്യത്തെ കർത്താവേ, ദാവീദിന്റെ പുത്ര എന്ന് വിളിക്കുന്നു. രണ്ടാമത് എന്റെ മകളിൽ എന്നിൽ കനിയണമേ. ഞാൻ പുറജാതിക്കാരിയാണ്, ഇതിനൊന്നും അർഹതയുള്ളവനല്ല ഞാൻ. എങ്കിലും ഇതാ
എന്റെ ബലഹീനതയെ നിന്റെ മുമ്പിൽ ഞാൻ തുറന്നു വയ്ക്കുന്നു. എന്റെ കുറവുകളെ, എന്റെ പരിമിതികളെ, എന്റെ വൃണ്ണങ്ങളെ നിന്റെ മുമ്പിൽ ഞാൻ തുറന്നു വയ്ക്കുന്നു. എന്റെ വൃണ്ണങ്ങളിലേക്ക് നീ സൗഖ്യം നൽകുന്ന കരം നീട്ടി ഞങ്ങളെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ബലഹീനതകളെ കർത്താവ് മുമ്പിൽ തുറന്നു വയ്ക്കുന്ന ഈ പാപം സ്ത്രീ അവൻ സൗഖ്യം നൽകുമെന്ന് കരുതി. അപ്പോൾ നമ്മളും അതാ ചെയ്യേണ്ടത്. നമ്മുടെ ബലഹീനതകളെ അവന്റെ മുൻപിൽ ഈ കുർബാനയിൽ തുറന്നു വെക്കുക. ദൈവമേ സൗഖ്യം നൽകണമേ, നിന്റെ കരം നീട്ടി. ഇനി മൂന്നാമത്തെ അവളുടെ വിശ്വാസത്തിന്റെ ഘട്ടമാണ്, കർത്താവേ, യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷണം കൊണ്ടാണ് നായ്ക്കളും ജീവിക്കുന്നത്. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാറില്ല എന്ന് പറയുന്ന കർത്താവിന്റെ ചോദ്യത്തിന് മറു ചോദ്യം അവൾ പറയുന്നത്. കർത്താവിനെ ഉത്തരം മുട്ടിക്കുകയാണ് അവൾ. അതാണ് കർത്താവിന് ഉത്തരം മുട്ടിക്കുക. നായ്ക്കൾക്ക് യജമാനൻ മക്കൾക്കുള്ള ഭക്ഷണം നായ്ക്കൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കർത്താവിനോട് അവള് പറയാ, അല്ല അത് ശരിയാ കർത്താവേ, അന്ന് പറയുന്നത് ശരിയാ. പക്ഷെ ഈ നായ്ക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പട്ടികളെ പോലെയല്ല. ഈ പെറ്റോ, നമ്മുടെ വീടുകളിൽ വളർത്തുന്ന കൊച്ചു പട്ടികൾ, ഈ പെറ്റോ, അതാണ് അങ്ങനെയുള്ള പട്ടികളെ കുറിച്ച് അവിടെ പരാമർശം. അപ്പൊ അങ്ങനെ കർത്താവിനോട് അവൾ പറയാ, നോക്ക് കർത്താവേ, ഈ മേശയിൽ നിന്ന് വീഴുന്ന അപ്പത്തരികൾ കൊണ്ടല്ലേ ഈ പാപം കൊച്ചു പട്ടികൾ ജീവിക്കുന്നത്. അതെ, അപ്പൊ അതാ ഞാൻ മക്കളൊന്നും അല്ല, ഈ പട്ടി മതി, ഈ പട്ടിയുടെ സ്ഥാനം എനിക്ക് മതി, അത്ര തന്നെ. അപ്പൊ ഈ പാപം സ്ത്രീയുടെ വിശ്വാസത്തിന്റെ തീഷ്ണതയില് കർത്താവ് തോറ്റു കൊടുക്കുകയാണ്, കർത്താവ് സമ്മതിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഈ വിശ്വാസത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും തോറ്റു കൊടുക്കാതെ നാണം കെട്ടും അവന്റെ പിറകെ പോകുക. അങ്ങനെ ഈ സ്ത്രീ തന്റെ മകൾക്ക് സൗഖ്യം വാങ്ങിച്ചെടുക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെയാണ്. പ്രാർത്ഥന ഒരു വേള കൊണ്ട് അവസാനിപ്പിക്കാതെ വീണ്ടും 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 സ്ഥിരമായി പ്രത്യാശ വെച്ചുകൊണ്ട് സ്ഥിരമായി നിരന്തരം തമ്പുരാനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ പണ്ടൊരു നേവിക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, എനിക്ക് ഹൈദരാബാദിൽ നിന്ന് കൊച്ചിയിലേക്ക് ഒരു മാറ്റം കിട്ടണം, അങ്ങനെ കിട്ടുകയാണെങ്കിൽ നിന്നെ ഞാൻ ഒരിക്കലും ഇത് ശല്യപ്പെടുത്തുകയില്ല എന്നുള്ളൊരു നേവിക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആവശ്യം വരും മാത്രം പ്രാർത്ഥിക്കുക, പിന്നെ ഒരു പ്രാർത്ഥനയെങ്കിലും അങ്ങനെ വരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ചിന്തയിലേക്ക് വരാം. ദൈവം ശത്രുപക്ഷത്താണോ എന്ന് ഈ കർത്താവിന്റെ പണി കണ്ടാത്തോ അങ്ങനെ തോന്നുന്നു. ഈ പാപ സ്ത്രീ കരയുന്ന പ്രാർത്ഥനകളുമായി, കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനയുമായി കർത്താവിന്റെ അടുത്ത് വരികയാണ്. അപ്പൊ കർത്താവ് എന്താ ചെയ്യുന്നത്? ചുമ്മാ മിണ്ടാതിരിക്കുക, മൗനം, ഒരക്കമില്ല. അപ്പൊ ശിഷ്യന്മാരോട് കർത്താവിനെ ഈ പാവം പെണ്ണിനെ പറഞ്ഞു വിടുക കർത്താവ് എന്ന് പറയുക. അപ്പൊ എന്താ ചെയ്യുന്നത്? വായി തുറന്നു. ആദ്യം മൗനം, പിന്നെ വായി തുറന്നപ്പോഴോ വളരെ രൂക്ഷമായ പരിഹാസമാണ്. മക്കളുടെ അപ്പമെടുത്ത് പട്ടിക്ക് കൊടുക്കില്ല എന്ന് പറയും. ശരിക്കും പരിഹാസമാണ്. എന്നിട്ടോ ഈ പാപം സ്ത്രീ തോറ്റു കൊടുക്കുന്നില്ല. സങ്കടക്കടലിൽ നിന്നും കൈപിടിച്ച് കയറ്റേണ്ടവന്റെ കൈ അവൻ പിൻവലിച്ചാലോ താഴോട്ട് പോകും നമ്മൾ. ഇവൻ സങ്കടക്കടലിൽ നിന്ന് കൈപിടിച്ച് കിടത്തേണ്ടവനായി കർത്താവ് അവനെ കൈ പിൻവലിക്കുന്നത്. അവസാനത്തെ അത്താണി എന്ന് കരുതുന്നവൻ മാറി നിന്നാലോ വല്ല രക്ഷയുണ്ടോ? അതാ സംശയം. കർത്താവ് ശത്രുപക്ഷത്താണോ എന്ന്. രക്ഷിക്കേണ്ടവൻ ശത്രുപക്ഷത്തേക്ക് മാറിയോ? അത്ര കഠിന ഹൃദയനാണോ കർത്താവ്? ചിലപ്പോൾ അങ്ങനെ തോന്നുന്നു ഈ തമ്പുരാന്റെ പണി കണ്ടാല്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ നമ്മളൊരു സംഭവം വായിക്കുന്നുണ്ട്. രാത്രി മുഴുവനും യാക്കോബുമായിട്ട് ഒരു അജ്ഞാതൻ മല്ലടിക്കുകയാണ്.
രാത്രി മുഴുവനും മല്ലടിച്ച് നേരം വെളുക്കാനായപ്പോ യാക്കോബിന്റെ നടു ഒളുക്കി. അപ്പോ ഈ അജ്ഞാതൻ പോകാൻ തുടങ്ങിയപ്പോൾ യാക്കോബ് പറഞ്ഞു, ഞാൻ നിന്നെ വിടുകയില്ല, എന്നെ ആശീർവദിച്ചിട്ടേ പോകാവൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ആ അജ്ഞാതൻ തന്റെ തനിനിറം വെളിപ്പെടുത്തിയിട്ട് യാക്കോബിന് ഇസ്രായേൽ എന്ന പേരും നൽകിയിട്ട് അവനെ ആശീർവദിച്ചു പോകുന്നത്. തമ്പുരാന്റെ ഒരു പണി കുസൃതി. തങ്ങളുടെ അന്ത്യദിനങ്ങൾ എണ്ണിക്കഴിഞ്ഞിരുന്ന പാപം എബ്രഹാമും സാറയും ചുമ്മാ ഇരുന്നവരെ വിളിച്ചണീപ്പിച്ച് പറയാതെ നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവും. ശരി, കുഞ്ഞുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആ കൊച്ച പയ്യെ വളരുക. അവന്റെ കൈയാണോ കാലാണോ വളരുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുക ഈ പാപം എബ്രഹാമും സാറയും. അപ്പോഴാണ് ഇട്ടിത്തീ പോലെ തമ്പുരാന് കൽപ്പന വരുന്നത്, ഈ ചക്കനെ കൊണ്ടുപോയി മോറിയ മലയ്ക്ക് ബലി കഴിക്കാൻ ഓർത്ത് നോക്കി. നമ്മളോട് അത് പറയുന്നെങ്കിലോ അവനിങ്ങോട്ട് പോവുക അവന്റെ ബലി കഴിക്കാനായിട്ട്. എന്നിട്ടോ അവന് ബലി കഴിക്കാനായിട്ട് അവന്റെ ബലിപീഠത്തിൽ അവനെ ബന്ധിച്ച് ഇരുത്തിയിട്ട് അവന്റെ കഴുത്തിന് നേരെ കത്തി വരെ ഓങ്ങി. അപ്പോഴാ മുട്ടാളിനെ കൊടുക്കുന്നത്. അതുവരെ കിട്ടിയില്ല. അതൊന്നും തമ്പുരാൻ നോക്കി. ഈ കൊച്ചിനെ തന്ന തമ്പുരാൻ തന്നെ പറയാം കൊച്ചിനെ കുരുതി കഴിക്കാനായിട്ട്. നമുക്ക് തോന്നില്ല ദൈവം ഇങ്ങനത്തെ പണി കാണിക്കുന്നത്. ഞാൻ ആദ്യം ചോദിച്ചു തന്നില്ലതേ, പിന്നെ വിളിച്ചു തന്നതാണ്. എന്നിട്ട് എന്തിനാ പിന്നെ ഇങ്ങനെയൊക്കെ പണി കാണിക്കുന്നത് ചോദിച്ചു അല്ലേ? അതുപോലെ തന്നെ ദൈവം ജന്മം നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുത്തു. എന്നിട്ടോ അമ്മയ്ക്ക് എന്നാ കിട്ടിയത്? നാണം കെട്ട് മകനോടൊത്ത് കാൽവരികിലേക്ക് പോകുക, അവന്റെ കുരിശിനെ അനുഗമിച്ചുകൊണ്ട് അവന്റെ കുരിശാരോഹണത്തിന് സാക്ഷ്യം വഹിക്കുക, അവന്റെ ചേതനയേറ്റ ശരീരം മടിയിൽ കിടത്തുക. ഇത് അമ്മയ്ക്ക് കിട്ടിയ വലിയ പുണ്യം, നന്മ നിറഞ്ഞവളായിട്ട്. എന്നിട്ടോ അവസാനമോ ഈ അമ്മ തന്നെ സഹരക്ഷകയായി മാറുകയാണ്. ഈ മകൻ ഉദ്ധിതനാകുന്നതും സ്വർഗത്തിലേക്ക് പോകുന്നതും തന്നെ ഈ മകൻ കൊണ്ടുപോകുന്നതും അനുഭവിക്കുന്ന വലിയ അതുല്യമായ സൗഭാഗ്യത്തിലേക്ക് ഈ അമ്മയെ മകൻ കൊണ്ടുവരുന്നു. പിന്നെ സ്വന്തം മകൻ ബേത്ലഹേമിലെ ചക്ക പൊട്ടിക്കരയുക, രക്തം വിയർക്കുക. അപ്പം വന്നു ഇല്ല. കാൽവരിയിൽ ഒറ്റപ്പെട്ടവൻ നിലവിളിക്കുക, എന്നാലും അപ്പം വന്നോ ഇല്ല. അപ്പൻ ക്രൂരമായ മൗനം പാലിച്ചു. ഒടുവിൽ മകൻ നിരാശപ്പെടാതെ തന്റെ ആത്മാവിനെ അപ്പന്റെ കരങ്ങളിൽ അർപ്പിച്ചപ്പോഴും അവൻ കല്ലറയിൽ അടക്കപ്പെടുന്നു. തോറ്റു. ഏറ്റവും വലിയ ദുരന്തമായി നാടകമായി മാറുന്നു കർത്താവിന്റെ കഥ. എന്നിട്ടോ ആ മകനെ ചീഞ്ഞടിയാൻ സമ്മതിക്കാതെ ഊർജിതനാക്കിയിട്ട് സ്വർഗത്തിലേക്ക് സർവമഹത്വങ്ങളോട് കൊണ്ടുപോകുന്ന തമ്പുരാന്റെ കുസൃതി. ഇതാ ദൈവത്തിന്റെ രീതി. ഈ പാവം സ്ത്രീക്ക് കർത്താവ് ചെറിയ പരീക്ഷ ഇട്ടു. പരീക്ഷ വിജയിച്ചപ്പോൾ അവളുടെ മകൾക്ക് സൗഖ്യം കൊടുക്കുന്നു. അപ്പോൾ തമ്പുരാൻ ആദ്യം ശത്രുപക്ഷത്താണ് തോന്നിയാലും നമ്മുടെ കൂടെ തന്നെ ഉള്ളിലുണ്ട്, നമ്മെ തുണയ്ക്കാൻ, നമ്മെ കരുതുവാൻ, നമുക്ക് സൗഖ്യം നൽകുവാനായി ഒന്നേയുള്ളൂ. ഈ പാവം സ്ത്രീയെ പോലെ നമ്മുടെ കർത്താവിനെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പിറകെ കൂടുക, തോറ്റുകൊടുക്കാതിരിക്കുക. പ്രിയമുള്ളവരെ, ഈ 3 ചിന്തകൾ. സ്വർഗരാജ്യം സാർവത്രികമാണ്. ഈ സ്ത്രീയുടെ വിശ്വാസത്തിന്റെ 3 ഘടകങ്ങൾ. മൂന്നാമത്തെ ദൈവ ശത്രുപക്ഷത്തല്ല, മിത്രപക്ഷത്ത് തന്നെയാണെന്നുള്ള ബോധ്യമുണ്ടാകുക. നമുക്ക് ഇന്നത്തേക്കുള്ള ദൂതിതാണ്. ഈ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, ദൈവപുത്ര, ഞാൻ നിന്നെ ഏറ്റുപറയുന്നു. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നിന്റെ ആശ്രയം വയ്ക്കുവാനായിട്ട് ഈശോ നമ്മെ അനുശേഷിച്ചു.